സിനഡ് മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ഇടയലേഖനം കത്തിച്ച് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ വിലക്ക് തീർത്ത സിനഡ് സർക്കുലർ പിൻവലിക്കണമെന്ന് സഭാ നവീകരണ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നത് അടക്കമുള്ള മുന്നറിയിപ്പുകളാണ് സർക്കുലറിൽ ഉള്ളത്. പൊതുസമരങ്ങളിൽ വൈദികരും സന്യസ്തരും പങ്കെടുക്കരുത്. അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം തുടങ്ങിയ സിനഡ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെതിരായാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിർദ്ദേശങ്ങളടങ്ങിയ ഇടയലേഖനം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ഇടയലേഖനം കത്തിക്കുന്നതിനെതിരെ മറുവിഭാഗവും രംഗത്ത് വന്നു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അച്ചടക്ക നടപടികൾ സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ തീർക്കുന്ന വിലക്കാണെന്ന് കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം പറയുന്നു. ചർച്ച് ആക്ഷൻ കൌൺസിൽ, ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇനിയൊരു കന്യാസ്ത്രീയോ അച്ഛനോ അതിനുള്ള തന്റെ ഇടം കാണിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ സർക്കുലാറുമായി ഇവർ നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത്തരം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സർക്കുലാറിന് ഇവിടെ കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പ്രതികരിക്കുന്ന അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സംഘടനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇടയലേഖനം ഇന്ന് കുർബാന മധ്യേ സിറോ മലബാർ സഭകൾക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ചു. ന്യൂസ് 18 കൊച്ചി.